നാവിൽ തൊലി പോകുന്നത് ക്യാൻസർ ആവുമോ എന്ന് എൻ്റെ ഒരു വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് വായിക്കാം. ഡോക്ടർ, എൻ്റെ നാവിൽ തരിതരി പോലെ എപ്പോഴും വരുന്നു. മരുന്ന് തേച്ചു കുറവില്ല. ജൂഡിയോറ ഈ മരുന്ന് പുരട്ടി കുറവില്ല. ഇടയ്ക്കൊരു പശ പോലെയും വരുന്നു. ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ മുത്തശ്ശിമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നുണ കൂടുതലായിട്ട് പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന്. അവർ പറയുന്നതിലും കാര്യമില്ലാതില്ല. ലൈ ബംസ് എന്നാണ് ഈ അസുഖത്തിന് പൊതുവെ പറയുന്ന പേര്. മെഡിക്കൽ ഭാഷയിൽ ട്രാൻസൈൻഡ് ലിംഗ്വൽ പാപ്പലൈറ്റിസ് എന്ന് പറയും. ഈ വിഷയത്തെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ വന്നതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നാവിൻ്റെ മുകളിൽ ഇങ്ങനെ തരിതരി പോലെ പ്രത്യക്ഷപ്പെടുന്നത് സത്യത്തിൽ നമ്മുടെ രുചിമുകുളങ്ങൾ തന്നെയാണ്. ഫഞ്ചിഫോം പാപ്പിലെ എന്ന രുചിമുകുളങ്ങളാണ് ഇത്തരത്തിൽ ചുവന്ന് തുടുത്ത് വലുതായിട്ട് നാവിൻ്റെ പുറകിലും മുന്നിലുമൊക്കെ കാണാറ്. ആർക്കൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാം. കൂടുതലും സ്ത്രീകളിലാണ് ഇങ്ങനെ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. ഈ രുചിമുകുളങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ ടെമ്പറേച്ചർ സെൻസ്, അതുപോലെ തന്നെ ടേസ്റ്റ്, പ്രത്യേകിച്ചും കയ്പ് രുചിക്കൊക്കെയാണ് ഈ ഫഞ്ചിഫോം പാപ്പിലെ സഹായിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നാവിൻ്റെ മുകളിലായിട്ട് തരിതരി പ്രത്യക്ഷപ്പെടാം? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ചൂട് വളരെ കൂടുതലാണ്, എരിവ് കൂടുതലുണ്ട്, വളരെ ഷുഗറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു. ശരീരം അതിനോട് പ്രതികരിക്കുന്നത് ഇത്തരത്തിലുള്ള തരിതരിപ്പുണ്ടാക്കിയിട്ടായിരിക്കാം. അതുപോലെ തന്നെ വയറിൽ നിന്നുള്ള ആസിഡ് റിഫ്ലക്സ് പുളിച്ചു തകട്ടി തൊണ്ടയുടെ പിന്നിലും നാക്കിലുമൊക്കെ വന്നു വീണാൽ ഇത്തരം പ്രശ്നം കണ്ടുവരാം. പുകവലി ശീലമുള്ളവരിൽ കൂടുതലായിട്ടും അതിൻ്റെ ഒരു കെമിക്കൽ ഇറിറ്റേഷൻ കാരണം രുചിമുകുളങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം കണ്ടെത്താം. വായ തുറന്നുറങ്ങുന്ന ശീലമുള്ളവരിൽ വായുടെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അളവ് പറ്റുന്നു, ഡീഹൈഡ്രേഷൻ വരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. പിന്നെയുള്ളത്, നമ്മുടെ വായുടെ ഉള്ളിലെ ഹൈജീൻ അത്ര നല്ലതല്ല. ജിഞ്ചിവൈറ്റിസ് ഉണ്ട്, പല്ലിന് കേടുണ്ട്. വായുടെ ഉള്ളിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന എന്ത് കാര്യങ്ങളും ഇത്തരം തരിതരിപ്പുണ്ടാക്കാം. പല്ലിനൊക്കെ കമ്പിയിട്ടവരാണെങ്കിൽ ഈ ബ്രേസസ് എപ്പോഴും ഉണ്ടാക്കുന്ന കോൺസ്റ്റന്റ് ഫ്രിക്ഷൻ കൊണ്ടും ഈ ഒരു തരിതരിപ്പ് ഉണ്ടാവാം. ഇതുപോലെ വരാൻ ഇനിയും അനവധി കാരണങ്ങളുണ്ട്. വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, പ്രത്യേകിച്ചും വൈറ്റമിൻ B കോംപ്ലക്സിന്റെ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി. പിന്നെയുള്ളത് വൈറൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ അണുബാധകളും. കോവിഡിന്റെ സമയത്ത് നമ്മൾക്ക് പലർക്കും ഈ ഒരു പ്രശ്നം കണ്ടിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ സ്ട്രെസ്. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തരിതരിപ്പ് നാവിൻ്റെ മുകളിലായിട്ട് പ്രത്യക്ഷപ്പെടാം. പിന്നെയുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തെറ്റിയിട്ടുള്ള ജീവിതം. ശരീരത്തിൻ്റെ ഉള്ളിലെ സിർക്കാഡിയൻ റിതം തെറ്റുമ്പോൾ ശരീരം കാണിക്കുന്ന ഒരു ചേഞ്ച് ആയിട്ട് ഈ തരിതരിപ്പ് പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട്. എപ്പോഴും സ്ട്രെസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ളവർക്കും ഇത്തരം കാരണങ്ങൾ കൊണ്ട് ട്രാൻസൈൻഡ് ലിംഗ്വൽ പാപ്പലൈറ്റിസ് എന്ന ഈ പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ ഈ തരിതരിപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമാണ്. കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിനെപ്പോഴാണ് ചികിത്സ എടുക്കേണ്ടതെന്നുള്ളതും കൂടി അറിയാം. സാധാരണഗതിയിൽ വരുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരു 3, 4, 5 ദിവസത്തിനുള്ളിൽ തനിയെ മാറിക്കിട്ടും. എന്നാൽ ചില അവസരങ്ങൾ ഇത് ഒരാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ വേദനയുണ്ട്, വായിൽ ഇതോടൊപ്പം അൾസറുകൾ അല്ലെങ്കിൽ ചെറിയ പുണ്ണുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, ഇതോടൊപ്പം പനിയുണ്ട്, കഴുത്തിൽ കഴലകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കാണുക. അപ്പോൾ ട്രാൻസൈൻഡ് ലിംഗ്വൽ പാപ്പലൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം വളരെ സീരിയസ് ആയിട്ടുള്ള ഒന്നല്ല. എന്നാൽ ചില ചെറിയ ചെറിയ അസുഖങ്ങളുടെ അടയാളമായിട്ട്, അതല്ലെങ്കിൽ ശരീരം സമ്മർദ്ദത്തിലാവുമ്പോഴൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരാം. ഡോക്ടറെ കാണുമ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് ചികിത്സയ്ക്കായിട്ട് തരുന്നത്? ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ വായിച്ച കമൻറ്റിൽ രോഗി ഉപയോഗിച്ചത് ജൂഡിയോറ എന്ന മരുന്നാണ്. ട്രയാൻസിലനോൺ അസറ്റനൈഡ് എന്നാണ് ഈ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ്. ഈ മരുന്ന് വളരെ നേർത്ത അളവിൽ ഒരു 2 or 3 ദിവസം 2 നേരമായിട്ട് തേച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല. വളരെ നേർത്ത ചൂടിൽ ചൂടുവെള്ളം വായുടെ ഉള്ളിൽ കുലുക്കൊഴിഞ്ഞു കൊടുക്കാം. വെള്ളം കുടിക്കുന്ന അളവൊന്ന് നമുക്ക് കൂട്ടാം. എരിവും പുളിയുള്ള ആഹാരം കുറച്ചു കാലത്തേക്കൊന്ന് നിർത്തിവെക്കാം. പുകവലി ശീലമുള്ളവരാണെങ്കിൽ അത് നിർത്തുകയും ചെയ്യാം. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടും. അപ്പോൾ ട്രാൻസൈൻഡ് ലിംഗ്വൽ പാപ്പലൈറ്റിസ് എന്ന ഈ പ്രശ്നം നുണ പറയുന്നവരിൽ കാണുന്ന ഒന്നല്ല, മറിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ശരീരത്തിലുണ്ടാകുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.